എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഞാൻ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പാസ്തയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പാസ്തയും അതുപോലെ നൂഡിൽസ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് വേഗം ഉണ്ടാക്കി കൊടുക്കാം. വേറെ പരിപാടികളൊന്നുമില്ല. ഇതൊന്ന് പൊട്ടിച്ചിട്ട് രണ്ട് സാധനങ്ങൾ ഒന്നിച്ചാക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് വേവിക്കുക, അത്രയേ ഉള്ളൂ പണി. മൂന്ന് പേരും മാച്ചിങ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ച്. അപ്പോൾ ഇന്നെനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാലത്ത് കാപ്പി ഒഴിച്ചപ്പോഴത്തേക്കും, കാപ്പി ഞാൻ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുമല്ല, അപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടിയ ഒരു സോസ് പാനിലായിരുന്നു കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അതെടുത്തിങ്ങനെ പൊക്കി അതോടുകൂടി ആ ഒരു സോസ് പാനിൽ നിന്ന് നേരിട്ട് തന്നെയാണ് സാധാരണ കാപ്പി ആ ഒരു പൊക്കം കൂടിയ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നത്. ഇന്ന് ഒഴിച്ചപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് വീണ് കൈ ഒരുവിധം നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഞങ്ങൾ വളപ്പിൽ നിന്നൊരു വൈദ്യനം മരുന്ന്, അത്ഭുത മരുന്നെന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് മേടിച്ച് പണ്ടേ വെച്ചതുകൊണ്ട് ആ മരുന്ന് ഞാൻ കയ്യിൽ പുരട്ടി. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദനയും പോകും, ഒരു പാട ഒന്നും കയ്യിൽ വരയില്ല, ഇങ്ങനെ കൊമളയ ഒന്നും കയ്യിൽ വരില്ല. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ പുരട്ടണം, എന്നാലേ അതിൻ്റെ ഫലമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കൈയെല്ലാം കൊമളച്ചു. അപ്പോൾ അങ്ങനെ അത് മരുന്ന് ഓടിപ്പോയിട്ട് പുരട്ടിയിട്ടുണ്ട്. ആ മരുന്നിൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പാസ്തയൊക്കെ പൊട്ടിച്ചങ്ങോട്ട് ഇട്ടത്. അപ്പോൾ എണ്ണ പുരട്ടിയ പോലെ ഇങ്ങനെ കൈ ഇരിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിരൽ ഭയങ്കര വേദനയായിരുന്നു, അതായത് എൻ്റെ തള്ള വിരൽ, നമ്മുടെ തമ്പില്ലേ, ആ ഒരു തമ്പ് ഭയങ്കര വേദനയായിരുന്നു. അത് മാത്രമാണ് ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു പൊള്ളലിൻ്റെ കൂടുതൽ വന്നത്. എങ്കിലും കൊമളച്ചൊന്നുമില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒരു അത്ഭുതം മരുന്ന് തന്നെ ആണെന്ന് എനിക്കത് പെട്ടെന്ന് തോന്നി. കാരണം അത് മേടിച്ച് വെച്ചിട്ട് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ടുണ്ടാകും നമ്മുടെ കയ്യിലത് ഇരിക്കുന്നത്. ഇന്നാണ് അത് ശരിക്കും അതിൻ്റെ ഒരു അത്ഭുത മരുന്നെന്നുള്ളതിൻ്റെ അർത്ഥം ഇന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ഭയങ്കര ഒരു നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാൻ പറ്റും അങ്ങനെ ഒരു വൈദ്യനുണ്ടെന്നുള്ളത് വളപ്പിൽ, ഇത് വൈപ്പ്. ഇപ്പം ഞാൻ പോകുന്നതില്ലേ, എൻ്റെ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന പോലെ തന്നെ പോയതാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ സാരിന കൊച്ചിൻ്റെ റേഷൻ കാർഡ്, സാരിന കൊച്ചിൻ്റെ പേര് നമ്മുടെ റേഷൻ കാർഡിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിജക്റ്റായി. കാരണം സാരിൻ്റെ കൊച്ചിന് 2 പേര്, 2 സ്ഥലത്ത് 2 പേരാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിരികം ഒട്ടും തന്നെ വീതി കുറക്കാതെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ വീതി കുറക്കാതെയാണ് പിരിക കൊടുത്ത്. ഇപ്പം നമ്മൾ റിച്ചൻ്റെ കല്യാണത്തിനൊക്കെ പോയിട്ട് അവിടെ നിന്നായിരുന്നു പിരിക കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല പോലെ നേർപ്പിക്കാതെ പിരികം ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിൽഡാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ പോയി ചെയ്താൽ മതി, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പിരികാക്കി തരുകയും ചെയ്യും, ഷേപ്പും ആക്കി തരും. അപ്പോൾ അങ്ങനെ ഇന്ന് അപ്പോൾ തലേന്ന് ഗിൽഡ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിരിക എൻ്റെ വളർന്നിരിക്കണുണ്ടെങ്കിൽ പോയി ചെയ്യിട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഒരു സ്ഥലത്ത് പോകാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയിട്ട് ചെയ്തേട്ടാ. അപ്പോൾ സാറ്റിനയുടെ പേര് സാറ്റിന ഷാജി എന്നുണ്ട്, മേരി സാറ്റിനെന്ന്. അപ്പോൾ ആധാർ കാർഡിലും പിന്നെ ആധാർ കാർഡ് മാത്രം മതി കേട്ടോ. ആധാർ കാർഡ് നമ്മൾ റേഷൻ കാർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അപ്പോൾ അതിൻ്റെ അത് ഇത് സാരിനയുടെ മമ്മിയുടെ സൈൻ വേണം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആധാർ കാർഡ് മാത്രം സാരിനയുടെ കൊടുത്താൽ മതി. പക്ഷേ ഈ 2 പേര് കിടക്കുന്നതുകൊണ്ട് വേറെ ഏതോ ഇതിൽ നമ്മൾ എഴുതിയത് വേറൊരു പേര്, അപ്പോൾ ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ അടുത്ത ഫോം, ഒറിജിനൽ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫോം അറ്റസ്റ്റേച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പണി വന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറിൻ്റെ വീട്ടിൽ ആധാർ കാർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കണേ. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പപ്പ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. കാലത്ത് പപ്പ പോയായിരുന്നേ. അപ്പോൾ റിജക്റ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വേഗം പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പപ്പ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പിരികം ത്രെഡ് ചെയ്യിച്ചതാന്ന് പറയാം. അപ്പോൾ നേരത്തെ തന്നെ പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പപ്പ കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ സാറ്റിനെ കൊച്ചു എന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് നിൽക്കണമായിരുന്നു. സ്കൂട്ടറിലിരുത്തി കൊണ്ടുപോകാമെന്ന് പറയും. ഞാൻ സ്കൂട്ടറിലൊന്നും കയറാറില്ലല്ലോ, നിങ്ങൾക്കറിയാം.
എങ്കിലും മോൾക്ക് ഭയങ്കര ആഗ്രഹമാണ് മമ്മീനെ സ്കൂട്ടറിൽ കൊണ്ടുപോകണം. റിച്ചാർഡ് പറഞ്ഞ് മമ്മി ആണുങ്ങൾ ഓടിക്കണ പോലെയല്ല, ധൈര്യമായിട്ട് ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല, സ്പീഡൊന്നുമില്ല, നല്ല സമാധാനത്തിന് പോകാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ സാറ്റർഡേക്ക് ഇങ്ങനെ ഒരു ഓട്ടം വന്നതുകൊണ്ട് ഞാൻ പപ്പനെയും വിളിച്ചിട്ട് പോയി. അപ്പം അങ്ങനെ വേഗം ഞാൻ വീട്ടിൽ നിന്ന പോലെ തന്നെയാണ് പോയത് കേട്ടോ. വേറെ കാര്യം അടുത്ത് തന്നെയാണ്. അപ്പോൾ അത് പപ്പ എന്നെ കാറിൽ കൊണ്ടുപോയി റൂബിനെ കൊണ്ടാണ് പോയിട്ടുണ്ടാകുന്നത്. തിരിച്ച് വന്ന് ഞാൻ മുട്ടക്കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുട്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ്റ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മുട്ട പാല് കറി വെച്ചാൽ കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ കഴിക്കാം മമ്മി എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാറ്റർഡേ തിരിച്ചെത്തിയിട്ടുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് അവരുടെ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് കുറച്ച് വട്ടയപ്പവും ഒക്കെ മേടിച്ച് പപ്പക്കും അവൾക്കും ഒരേ ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് എനിക്കറിയില്ലായിരുന്നു, വട്ടയപ്പമൊക്കെ മോൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ ഇത് ഒത്തു വന്നെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. പപ്പ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും സാറ്റർഡേ ഫേവറേറ്റ്സ്. സാറ്റർഡേ ഇത് മേടിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നവരുടെ നിർബന്ധപൂർവ്വം ഇപ്പം തന്നെ കഴിപ്പിക്കുന്നതിനിട്ട് ആൾ മുകളിലേക്ക് പോയി, വർക്കുണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പപ്പ കഴിക്കും മമ്മി കഴിക്കുന്നു പറഞ്ഞ് ആ സ്റ്റെയർ കേസിൽ കയറി പോണവരെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കഴിക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം അത് പൊട്ടിച്ച് ഒരു പാക്കറ്റ് ഞാനും പപ്പയും കൂടി അപ്പം തന്നെ കഴിച്ചിട്ടാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇട്ടാൽ അപ്പോൾ പപ്പ അതേ കാപ്പി ഒഴിക്കണത് ഇങ്ങനെ അതിൻ്റെ അടിയിലുള്ള മട്ട് വരെ ഒഴിക്കും. ഇത് ഞാൻ പറഞ്ഞ് മട്ട് വരുമ്പോഴത്തേക്ക് ഒഴിക്കല്ലേ പപ്പ എന്ന് പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ ഒഴിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാനും പപ്പയും അത് കഴിച്ചിട്ട് പപ്പ പിന്നെ അറ്റസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പോയിട്ടോ. അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്രൂവ് ആകുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ അപ്രൂവ് ആയെന്ന് മെസ്സേജ് വരികയും ചെയ്തു. അപ്പോൾ റിച്ചാർഡിൻ്റെ ആ ഒരു ചെറിയൊരു ബാഗുണ്ട്. ആ ബാഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് കിട്ടിയ ഒരു കീ ചെയിനാണ്. അപ്പോൾ റിച്ചാർഡ് മമ്മി ഇത് തരാൻ മറന്നുപോയി മമ്മിയുടെ കയ്യിലോട്ട്. അപ്പോൾ നേരത്തെ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് ഈ ഒരു ടെലിഫോൺ ബൂത്ത്. അതിൻ്റെ തന്നെ കുഞ്ഞൊരു കീ ചെയിൻ കൂടി ഉണ്ടായിരുന്നു. അത് മറന്നുപോയി. ഇപ്പോൾ ബാഗ് ഇങ്ങനെ ഒതുക്കിയപ്പോഴത്തേക്കുമാണ് കിട്ടിയത് എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇത് ലണ്ടൻ മെട്രോയിൽ കയറിയ ഈ ഒരു റൂട്ട് മാപ്പൊക്കെയാണ്. അതും ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കണേ മമ്മി, ഇതെൻ്റെ കയ്യിലിരുന്നാൽ പോകും. ഇതൊക്കെ ഇനി ഒരിക്കലും കിട്ടാത്ത സാധനങ്ങളാണ്, ലണ്ടൻ മെട്രോയിൽ കയറി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇത് വെച്ചേക്ക് മമ്മി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഇതെല്ലാം ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതുമൊക്കെ ഞാൻ എടുത്തുകൊണ്ടേ വെച്ചേട്ടാ. ഞാനും ലണ്ടൻ മെട്രോയിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ റിച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷേ ഇതൊക്കെ ഇതുപോലത്തെ ഇതൊന്നും തന്നിട്ടില്ലെന്ന് തോന്നണം. ഉണ്ടെങ്കിലും പപ്പയുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ, എൻ്റെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഞാനും കയറിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി ഞാനും പറഞ്ഞിട്ടാ. കൊച്ചി മെട്രോയിൽ കയറാനാണ് ഞാൻ താമസിച്ചത്. കൊച്ചി മെട്രോ വന്നു കഴിഞ്ഞ് കുറേ അധികം നാൾ കഴിഞ്ഞപ്പോൾ റിച്ചാൻ്റെ കല്യാണത്തിന് ഷോപ്പിങ്ങിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാനിവിടെ കൊച്ചി മെട്രോയിൽ കയറിയത്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇത്തിരി റിച്ചാർഡ് ഈ മുട്ടക്കറിയൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇത്തിരി സാധനങ്ങളൊക്കെ ഒന്ന് ഇന്നലെ മേടിച്ച് കൊണ്ടുവന്ന ആ ഒരു ഫ്രൈ ചെയ്യാൻ കുറേ റെഡി ടു ഫ്രൈ പാക്കറ്റ്സുകൾ കുറച്ചുണ്ട്. എല്ലാം വെജിറ്റബിൾസിൻ്റെ ഉണ്ട്. ഇത് പൊട്ടറ്റോൻ്റെയും രണ്ടും പൊട്ടറ്റോൻ്റെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ കൂടി ഒരു ചില്ലി, അതായത് ഈ സാധനത്തിന് ഉപ്പ് പോലും ഇല്ല. അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഉപ്പ് പോലും ഇല്ല. പക്ഷേ ആ ഒരു സോസ് ഉണ്ട്, അതിൽ മുക്കിയിട്ടാണ് അത് കഴിക്കണത്. പക്ഷേ അത് ഇപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ആക്കിയേക്കണത് കേട്ടോ. അതൊന്നും റിച്ചാൻ്റെ വിഷയമല്ല. ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും വെറുതെ ആണെങ്കിലും ഒക്കെ കഴിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ, നമ്മൾ ഫുഡിങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്, അത് നല്ല ശീലമല്ലല്ലോ എന്നൊക്കെയുള്ള. അതൊക്കെ ശരിയായ കാര്യങ്ങളല്ല. വീട്ടിലെന്താ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ശരിയാണ് പറഞ്ഞത്, വളരെയധികം ശരിയാണ്. ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും ഇതുപോലെ കുറച്ച് വ്യത്യാസത്തിൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ച് നമ്മളതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള കമൻ്റായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും അത് തന്നെയാണ് ശരി. കാരണം വീട്ടമ്മമാർക്ക് പണി കൂടുന്നൊരു ഏർപ്പാടാണ്. വീട്ടിൽ ആളുകൾ പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടമ്മമാരാണ് പെട്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ റിച്ചാർഡാണ് അങ്ങനെ ഒരാൾ. അപ്പോൾ അത് ശരിക്കും പണിയാണ് നമ്മൾക്ക്. എങ്കിൽ തന്നെയും അവർ നമ്മളെ കരുതുമ്പോൾ, നമ്മളെ അത്രയധികം അവർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും ഒരു കരുതൽ അവർക്ക് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ടിയാണല്ലോ നമ്മളുടെ ജീവിതം ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടലിന് തിരിച്ച് നമ്മൾക്ക് അതിൻ്റെ റെസ്പെക്റ്റും സ്നേഹവും തരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റൂല. അവരെന്നെ നിർബന്ധിക്കുന്നില്ല എനിക്കത് ഉണ്ടാക്കി തരണം എന്നൊന്നും നിർബന്ധിക്കുന്നില്ല. പക്ഷേ
നമ്മുടെ മനസ്സാണത്. നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ. നമുക്ക് പണി കൂടുന്നു, അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. അവരുടെ സ്നേഹവും പരിഗണനയും എല്ലാം കാണുമ്പോൾ നമ്മൾ ചെയ്തു പോകും. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഇല്ലേ, ഇന്നിപ്പോൾ ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നതും കൂട്ടി റിച്ചാർഡ ഫ്രൈസ് കഴിച്ച് ഞങ്ങൾ മുട്ടക്കറിയും ചോറും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കഴിച്ച്. അപ്പോൾ ഇല്ലേ, നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്, അതായത് സ്ഥിരം ചാർജ് കയറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നന്നാക്കാനായിട്ട് പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. അത് പപ്പ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് തുറന്ന് നോക്കണേണ്. പക്ഷെ അവരതിൻ്റെ അകത്ത് എന്തോ ബോർഡ് മാറ്റിയെന്ന് പറഞ്ഞിട്ട് പപ്പ അത് നോക്കിയിട്ട് ഒരു ബോർഡും മാറ്റിയതായിട്ട് കണ്ടില്ല. അത് തുറന്ന് ബോർഡ് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാറാമ്പലും എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അവർ എന്തായാലും കളയും. പക്ഷെ അതങ്ങനെ തന്നെ ഇരിക്കുന്ന സ്ഥിതിക്ക് അവരത് തുറന്നിട്ടേ ഇല്ല. പപ്പനെ പറ്റിച്ച് വിട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പപ്പക്കും അത് തോന്നിയെന്ന് പപ്പ പറഞ്ഞ്. എന്തോ ഒരു പരിപാടി ഇങ്ങനെ നമ്മളെ പറ്റിച്ചതാണെന്ന് പപ്പക്ക് തോന്നി. പക്ഷെ അവിടെ വെച്ചത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരു പെൺകുട്ടി മാത്രമേ അന്ന് ആ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ മേടിച്ച് വന്നിട്ട് പപ്പക്ക് സംശയം തോന്നിയുകൊണ്ട് പപ്പ വേഗം തുറന്നതാണത്. അപ്പോൾ പപ്പ കണ്ടപ്പോൾ മനസ്സിലായി അതിനകത്ത് മാറാമ്പലും പൊടി അതിനകത്ത് തന്നെ ഇരിക്കണേണ്. അതവർ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. ബോർഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ബോർഡ് അവിടെ കാണുണ്ടാവും. അങ്ങനെ പപ്പ ഏതായാലും അവരെ കോൺടാക്ട് ചെയ്ത് സാധനം തിരിച്ചെടുപ്പിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ച് തന്നെ ഒന്ന് തന്നെ പറഞ്ഞ്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് അപ്പോഴേ പറഞ്ഞാലും അപ്പോൾ അത് പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പ സമ്മതിക്കില്ല. അത് അധികം പൈസയൊന്നും ആവില്ല, റിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ അതാണ് ഇപ്പോൾ റിച്ചാർഡും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടണത്, ഒറ്റയ്ക്ക് ഇത് എറണാകുളത്ത് കൊണ്ട് കൊടുക്കുക, അവിടെ നിന്ന് കൊണ്ടുവരിക, വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വീഡിയോ. പിന്നെ ഇതിപ്പോൾ വെള്ളിയാഴ്ച രാവിലത്തെ കാര്യവും കാണിക്കണം കേട്ടോ. 5:15 മണിയാണ് അയക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, എൻ്റെ ഈ വീഡിയോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേഗം ചോറ് ചൂടാക്കാനുള്ളതും കാപ്പി ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കേട്ടോ. അപ്പോൾ തലേദിവസം എൻ്റെ കൈ പൊള്ളിയതായിരിക്കുന്ന സോസ്പാനിൽ നിന്ന് ഈ പൊക്കമുള്ള ഇതിനകത്തേക്ക് ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ആ സോസ്പാനിൻ്റെ വെയിറ്റ് അതുപോലെ പൊക്കത്തിലേക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കേണ്ടിയും വരുമ്പോഴത്തേക്കും നമ്മുടെ കൈ വിറച്ചിട്ടാണ് സംഭവം എൻ്റെ കയ്യിലേക്ക് വീണ് പൊള്ളിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാനത് ഒരു കൈയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട്, അത് വെയിറ്റില്ലാത്ത പാത്രമാണ്, അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് കുറച്ച് ദിവസമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്ന് പോകണമായിരുന്നു അരി കുതിർത്താനായിട്ട്. അപ്പോൾ അതൊന്ന് കുതിർത്തി ഉഴുന്നും ഇത്തിരി ഉലുവയൊക്കെ ഇട്ടിട്ട് പച്ചരി, ഒരു ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്നെന്നുള്ള കണക്കിലിട്ടിട്ട് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് വേറൊരു കൈപാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, നമ്മളുടെ കൈ പൊള്ളാതെ തന്നെ ഇങ്ങനെ വെയിറ്റില്ലല്ല. മറ്റേത് നല്ല വെയിറ്റാണ്. ഈ പാത്രത്തിൽ എനിക്ക് തോന്നുന്നു 1.5 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. ഈ സോസ്പാൻ്റെ വെയിറ്റ് നല്ല വെയിറ്റാണ്. കൈ വിറക്കും നമ്മളുടെ ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ. അതിനകത്തുള്ള വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി ആകുമ്പോൾ വീണ്ടും കൂടും. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി വെച്ച്, പിന്നെ ഇന്നും പുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നൂഡിൽസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ നൂഡിൽസും പാസ്തയൊന്നും ഹെൽത്തി അല്ലല്ലോ എന്ന് കുറേ പേര് ചോദിക്കും. ഹെൽത്തി അല്ലാത്ത കുറേ കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അത് വേണം എന്ന് ഉള്ള ആഗ്രഹമുള്ളവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ ഹെൽത്തി ഫുഡ് മാത്രം ആകുമ്പോഴത്തേക്ക് അവർ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ തുടങ്ങും. അങ്ങനെയാണ്, ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കുന്നത്, ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാം. അപ്പോൾ അവർക്കിത് ഹെൽത്തി ഫുഡല്ലെന്നൊക്കെ അറിയാമെങ്കിൽ തന്നെയും കഴിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ രീതികൾ. അങ്ങനെ ആണ് നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അവർ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും. അതിൽ നല്ലതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ആ പൈസയെങ്കിലും അവരുടെ കയ്യിലിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ നൂഡിൽസും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം രണ്ടും കൂടി വെച്ചിട്ട് തന്നെ പറയും, പുട്ടുണ്ട് ഇതുണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാമെന്ന് പറയും. രണ്ടുപേരും അതെടുത്തേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉച്ചക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേയധികം ദിവസമായിട്ട് റിച്ചാർഡ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ മമ്മി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും പോകാമെന്നൊരു തീരുമാനത്തിലുണ്ട്. പക്ഷേ സാറിൻ്റെ വർക്കും തീരണം, എന്നിട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ.
അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ സാറ്റിനെ വന്ന സ്ഥിതിക്ക് സാറ്റിനെ കൊണ്ട് വേഗം ഇത് ടേസ്റ്റ് മേക്കറൊക്കെ ഇട്ടത് ഒന്ന് മിക്സ് ചെയ്യിച്ചൊക്കെ എടുത്ത്, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവർ രണ്ടുപേരും അത് ഈക്വലായിട്ടൊക്കെ, ഈക്വലല്ല, സാറ്റിനെ കുറച്ച് കഴിക്കുള്ളൂ, റിച്ചാർഡ് കൂടുതൽ കഴിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത്, ഇന്നധികം ജോലികൾ പാചകം ഉണ്ടായിരുന്നില്ല, ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തലേദിവസം ഒക്കെ ഉണ്ടാക്കി വെച്ച എൻ്റെ ബാക്കി ബട്ടർ പനീർ ഉണ്ട്, അത് സാറ്റിനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിച്ചാർഡിന് ബട്ടർ പനീർ വേണ്ട, അതിന് പകരം എന്തെങ്കിലും ഫ്രൈസോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കറിയായിട്ട് എനിക്ക് തലേദിവസത്തെ മുട്ടക്കറി ബാക്കിയുണ്ട്. തലേദിവസം രാത്രിയൊന്നും സാറ്റിനെ മുട്ടക്കറിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വേറെ ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ആ മുട്ടക്കറി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി മീൻ ഞാനവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയും മാത്രമേ ഇന്ന് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഐസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസിൻ്റെ ട്രേ എനിക്ക് എൻ്റെ ചേച്ചി അന്ന് ഞങ്ങൾ കല്യാണം വിളിക്കാൻ ചെന്നപ്പോൾ തന്നതായിരുന്നു. അവിടെ 2 എണ്ണം ഒന്നിച്ചിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു വിട്ടാൽ. ഇതിനകത്ത് ഐസ് ഇങ്ങനെ ഉരുണ്ട ബോൾ പോലെ ഷേപ്പിലാണ് വരണത്. അപ്പോൾ അതൊരു കൗതുകം തോന്നി ഞാനിങ്ങനെ എടുത്തിട്ട് പോകുന്നതാണ്. നമ്മുടെ ഫ്രീസറിൽ ഇത് വെക്കാൻ സ്ഥലമൊന്നുമില്ല, എപ്പോഴും റൂബിയുടെ ചിക്കനും ഒക്കെ ഇട്ട് നിറഞ്ഞിരിക്കും. എങ്കിലും സ്ഥലം കിട്ടുമ്പോൾ ഞാനിത് വെള്ളം നിറച്ച് വെച്ചിട്ട് അതിനകത്ത് ഐസ് കണ്ടെന്ന് ആസ്വദിക്കും. അതാണ് ഇപ്പോഴും ചെയ്തത്. ഇത്തിരി സ്ഥലം കിട്ടുമ്പോൾ ഇത് എടുത്തിട്ട് വെക്കും. അപ്പോൾ ബോൾ പോലെയുള്ള ഐസൊക്കെ എടുത്തൊന്ന് ആസ്വദിച്ച് അത് തണുത്ത വെള്ളമാക്കി കൊടുത്ത്, ഇങ്ങനെ വെള്ളം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാറില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈഡ് റൈസ് സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട്, അപ്പോൾ ഞാൻ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം മടിയാണ് ആ പേസ്റ്റ് തന്നെയാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വഴറ്റി ഇത്തിരി ഒടിയൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ടില്ല. പിന്നെ പച്ചക്കറികളും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ റൈസ് ഇട്ട് മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. മുട്ട പച്ചക്കറി ഒന്ന് ആക്കി കഴിയുമ്പോൾ മുട്ട ഇട്ടിട്ട് അത് വലിയ വലിയ പീസായിട്ട് മുട്ട കിടക്കണത് ഇവർക്ക് 2 ആൾക്കും ഇഷ്ടം. അപ്പോൾ അത് ഒക്കെ ചെയ്ത് ഏറ്റവും അവസാനം റൈസ് വിട്ടിളക്കിയതിന് ശേഷം കുരുമുളക് പൊടി, ഏറ്റവും അവസാനം കുരുമുളക് പൊടി, ചില്ലി സോസ്, സോയാ സോസ്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് മറിച്ചെടുത്ത് പിന്നെ ഇത്തിരി സെല്ലറിയുടെ തണ്ടരിഞ്ഞത് ഉണ്ടായിരുന്നു, അത് ഇടുമ്പോഴാണ് നല്ലൊരു സ്മെല്ലുള്ളത്. അതും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് കുരുമുളക് പൊടി ആ സമയത്താണ്. അപ്പോൾ നമ്മുടെ റൂബിക്ക് ഞാൻ ചിക്കൻ വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂബിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അപ്പോഴും ഇത് കാണുമ്പോൾ കുറേ പേര് അത് തന്നെ എന്താ കഴിക്കാത്തത്, എല്ലാ ഡോഗും തന്നെ കഴിക്കുമല്ല എന്നുള്ളത്. പല രീതിയാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ സ്വഭാവം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് കാലത്ത് അപ്പോൾ ഇങ്ങനെ വാരി കൊടുത്താലാണ് അവൾ കഴിക്കാനെന്നുണ്ടെങ്കിൽ കഴിക്കാതെ എത്ര ദിവസം വേണമെങ്കിലും കിടക്കും. എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ തന്നെ കഴിക്കാറുണ്ട്, അത് ഓരോ തോന്നലാണ്. പ്രാർത്ഥനയുടെ സമയത്ത് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കഴിക്കും. അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഫുഡ് കഴിക്കുക. പ്രാർത്ഥന അവൾക്ക് ഭയങ്കര സന്തോഷം. ആ സമയത്ത് ഫുഡ് വെച്ച് കൊടുത്താൽ അവർ രാത്രിയാവും, ചിലപ്പോൾ രാവിലെ പോലും കഴിക്കാതെ എന്നിട്ട് രാത്രി ആ പ്രാർത്ഥനയുടെ 7 മണി സമയത്ത് അവൾ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാറിനെ കൊച്ച് എനിക്കിന്ന് 3 തേങ്ങ ചിരണ്ടി തന്നു. അപ്പോൾ തലേന്ന് രാവിലെ ഞാനൊരു തേങ്ങ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു, തേങ്ങ തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ തലേന്ന് ചിരണ്ടിയ തേങ്ങ തലേന്ന് തന്നെ മുട്ടക്കറി ഉണ്ടാക്കി പുട്ടൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും 3 തേങ്ങ ചിരണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സാറ്റിനെ കൊച്ചിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഖിയനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് ശർക്കര പാനിയാക്കിയിട്ട്, അഴുക്ക് കൂടുതലുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് ശർക്കര പാനിയാക്കിയിട്ടുണ്ടായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒട്ടും അഴുക്കില്ലാത്തൊരു ശർക്കര ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ചീവി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചീവി എടുത്തതാണ് കേട്ടോ. അപ്പോൾ പയർ ഞാൻ വേവിച്ച് അധികം വെന്ത് പോകാതെ വളരെ വെള്ളം കുറച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ എനിക്ക് റവയൊന്നും ചേർക്കേണ്ടി വന്നില്ല. വെള്ളം ഒരുപാട് ഉള്ള പോലെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റവ ചേർത്തൊന്ന് ടൈറ്റ് ചെയ്യണം നമ്മൾ. ഇതിപ്പോൾ ഒന്നും ചേർക്കേണ്ടി വന്നില്ല. ശർക്കര പാനിയുമല്ലല്ലോ നമ്മൾ ഇട്ടിട്ടിങ്ങനെ അതിനെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ വരട്ടിയെടുക്കൂലേ, അങ്ങനെ വരട്ടിയൊന്നും നമ്മൾ എടുക്കേണ്ടി വന്നില്ല. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പവുമാണ്. അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ പാനിയാക്കണം. അപ്പോൾ ഞാൻ ആ ശർക്കരയും തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിൻ്റെ മധുരം അനുസരിച്ച് എടുത്ത് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒരേ ഒരു കപ്പ് 250 ml ഒരു കപ്പ് ചെറുപയറായിരുന്നു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുതിർത്തൊന്നുമില്ല, അങ്ങനെ തന്നെ വേവിക്കാൻ വെച്ച്. അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഉണ്ട ശർക്കരയുടെ പകുതിയിൽ താഴെയാണ്, അതിൻ്റെ പുറമേ നിന്നുള്ള ചീവി പകുതിയിൽ താഴെ ആ ഉണ്ട ശർക്കര ഒരെണ്ണോടെ മാറിയിരുന്ന് വെച്ചില്ലേ അതിൻ്റെ ബാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയിൽ താഴെ മാത്രമാണ് ഇതിനകത്ത് ഇട്ടത്. പിന്നെ തേങ്ങ നമ്മളുടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് അത് നല്ല മിക്സ് ചെയ്തിട്ട് ബോൾസാക്കി വെച്ച്, പിന്നെ മൈദ ഒരു കപ്പ് എടുക്കുമ്പോൾ അരക്കപ്പ് അരിപ്പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളതും ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാൻ എന്തൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയി റെസ്റ്റൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് കിടന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഈ ബാറ്റർ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്തത്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് ഞാൻ ആ ബൗളിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണി ഒതുക്കിയിട്ടാണ് പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. കിടന്ന് റൂബിയും ഞാനും കൂടി കിടന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പരുവത്തിന് ആക്കി എടുത്തിട്ട് അത് ആ ബോൾസും അങ്ങനെ റെഡിയാക്കി വെച്ചേക്കണല്ലേ അതങ്ങോട്ട് മുക്കി വേഗം പൊരിച്ചെടുക്കുക. ശരിക്കും എനിക്ക് ഈ പലഹാരമൊന്നും ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നല്ല ടേസ്റ്റായത്, പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, റിച്ചാർഡ് കഴിക്കൂല കേട്ടോ, റിച്ചാർഡ് ഒരുവിധപ്പെട്ട സാധനങ്ങൾ കഴിക്കാത്ത ആളാണ്, അതുകൊണ്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ ഞാനും സാറ്റിനെയും പപ്പയും കഴിച്ച് ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളിത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ സാറ്റിനെ കൊച്ചിന് അധികം ഒരുങ്ങാനുള്ള നേരമൊന്നും കിട്ടിയില്ല, കാരണം ജോലിയുടെ ഇടയിൽ നിന്ന് തീർന്നിട്ടില്ല. എങ്കിലും ഓടി വന്നതാണ്. ഞങ്ങളെ കൂടി ഷോപ്പിങ്ങിന് വരാൻ ഇഷ്ടമാണ്. അന്നാ ജോലി തിരക്ക് തീർന്നിട്ടുമില്ല, എങ്കിലും ആൾ വന്നു. അങ്ങനെ ഞങ്ങൾ മാക്സിലേക്കാണ് പോയതെങ്കിലും മാക്സിൽ അവിടെ ഈ സന്ധ്യ നേരത്ത് ഭയങ്കര തിരക്ക്, പാർക്കിങ്ങേ ഇല്ല. അങ്ങനെ നമ്മൾ പാർക്കിങ് കിട്ടാതെ മുന്നോട്ട് വണ്ടി ഓടിച്ച് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കട, ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല ട്രെൻഡ്സിൽ, കാരണം ഇപ്പോൾ ഒരുപാട് മാളുകളൊക്കെ നമ്മളുടെ ഇവിടെ വന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെയാണ് പോണത്. ആദ്യം നമ്മുടെ ട്രെൻഡ്സാണ് കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നൊരു സ്ഥലം, ഇപ്പോൾ തിരക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ ഇതിൽ കയറിയത്. എങ്കിലും നമുക്ക് പാർക്കിംഗ് ഇല്ലല്ല, ഒരു സ്ഥലത്തും കാറിടാൻ സ്ഥലമില്ല. അങ്ങനെയാണ് ട്രെൻഡ്സിൻ്റെ അവിടെ ഇത്തിരി സ്ഥലം കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാറും പാർക്ക് ചെയ്ത് കയറിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡ്രസ്സുകൾ കണ്ട്. അങ്ങനെ സാറ്റിനെ കൊച്ചിന് ടോപ്സ്, ഈ ജീൻസാണല്ലോ കൂടുതലും ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ടോപ്സ് കുറച്ചെടുത്ത്. പിന്നെ ഞങ്ങൾ കുറേ അധികം നേരം കഴിഞ്ഞിട്ട് മാക്സിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പാർക്കിംഗ് ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി പാർക്ക് ചെയ്തിട്ട് മാക്സിലേക്കും കയറി പപ്പയ്ക്കൊരു ഷർട്ട് അവിടെ നിന്ന് എടുത്ത്, കാരണം ട്രെൻഡ്സിൽ ലേഡീസിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹാഫ് സ്ലീവ് വേണമെന്നുള്ളത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ പപ്പക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ. അപ്പം ഞങ്ങൾ പപ്പനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, പുതുമയാണല്ല, ഇതുവരെയും അങ്ങനെ ഹാഫ് സ്ലീവ് ഇതുവരെയും വേണമെന്ന് പറയാത്ത ഒരാളങ്ങനെ ചോദിച്ചത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി. അപ്പോൾ സാറ്റിനാണെങ്കിൽ ഞങ്ങൾ എന്നെയും റിച്ചാനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പപ്പ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പപ്പനെ പുതുമയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കല്ലേ, പപ്പ പഴയ പോലെ തന്നെ മിണ്ടാണ്ടാകും കേട്ടോ. അപ്പോൾ പപ്പനെ ഇതുപോലെ തന്നെ കൊണ്ടു നടക്കണം, നമുക്ക് പപ്പക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ സംസാരിച്ചൊക്കെ നടക്കണത് അതുപോലെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കളിയാക്കി പപ്പ പഴയതുപോലെ ആകരുത്, അങ്ങനെ ആക്കരുതെന്നൊക്കെ പറഞ്ഞ് സാറ്റിനെ എപ്പോഴും എന്നെ റിച്ചാനും വഴക്ക് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പപ്പക്കുള്ള ഷർട്ട് വാങ്ങിക്കൊടുത്ത് ഒരെണ്ണം വേറെയും നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതൊരു ഓഫ് വൈറ്റാണ്, പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതും മേടിച്ച് പിന്നെ ഞങ്ങൾക്ക് നേരെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ട്രെൻഡ്സിൽ കാറ് പാർക്ക് ചെയ്ത സമയത്ത് നമ്മളുടെ ചുറ്റും വേറെ ആളുകൾ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാർ എടുക്കാൻ പറ്റാതെ കുറേ അധികം നേരം അവിടെ പെട്ടുപോയി. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിയില്ല, ഞങ്ങൾ ടേക്ക് അവേ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ കഴിക്കുന്നത്. മേടിച്ചത് സാറിൻ്റെ കൊച്ചിനുള്ള ഷൂസ് 699 മാക്സ്. ഓക്കെ, ഇത് ഷർട്ട് ട്രെൻഡ്സ് 500. ഓക്കെ,
ഒറിജിനൽ ഡിസ്പ്ലേ ഇത് 700. അതല്ലേ ഞാൻ ഇതെടുക്കാന്ന് പറഞ്ഞത്. ഇതാണ് അടിപൊളി. ഇതാണ് മാസ് ഇത് 999. ഇത് ലീ കൂപ്പറിന്റെ ലിക്കൂപ്പറാ? ലീ കൂപ്പർ ബ്രാൻഡാ. പോളോ. ആ ഇതിന്റെ വില 999. 1000. ഷർട്ട് ഇത് ലീ കൂപ്പറാ? 1500. ഇത് ഇതിന്റെ തുമ്പൊക്കെ വെട്ടിക്കളയണോ? കൊള്ളാം, നല്ല ഭംഗിയുണ്ടത്. എന്താ ഒന്നും ചെയ്യണ്ട, സാറിനൊക്കെ എല്ലാം പെർഫെക്റ്റ് ഫിറ്റാ. ഇതൊരു പോളോ. 399. അധികം വിലയില്ലല്ലേ? അത്രേ ഉള്ളല്ലേ സാറിൻ്റെ? അതെന്താണ് അതൊന്ന് തുറന്ന്? ഇതേമാരത്തെ കളർ സാറിനൊക്കെ കിട്ടിയില്ല എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഷോൾഡർ പിടിക്ക്. ഷോൾഡർ പിടിച്ചത് ഇത് എനിക്കെടുത്തത്. ഇതിൻ്റെ വില 1000 അല്ലേ? ഇത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്താണ് ഞാൻ. ഇതൊന്ന് കൊള്ളാം. പിന്നെ ഇത് എനിക്കെടുത്തത് ഒരെണ്ണം. ഇത് എൻ്റെ ടോപ്പും ഉണ്ട്, അല്ല ബോട്ടം ഉണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ അതിൻ്റെ നല്ലൊരു പാൻ്റ് ഉണ്ട്, നല്ല അടിയിൽ ഇങ്ങനെ വലിയത്. അത് തന്നെ പ്ലീറ്റ്സ് ഉണ്ട് പാൻറ്റിന്. കൊള്ളാം, മതി. പിന്നെ പപ്പട ഷർട്ട്, പലാസോ അല്ലേ ഇത്? ഇതിനെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എന്താണ്? അത് തന്നെ പപ്പക്ക് അറിയാം. പപ്പ എനിക്ക് പോയി മേടിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ അതുപോലെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ പപ്പട ഷർട്ടിന് എത്രയാണ് വില? നമ്മൾ 1000 രൂപ, 999. അത് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. ഷർട്ട് 999. അല്ല, ഷർട്ടിൻ്റെ വിലയൊക്കെ പൊട്ടിച്ച് പപ്പ നാളെ ഇടാൻ വേണ്ടിയിട്ട്. അത് കണ്ട് പപ്പനെ ഇടിച്ച് കാണിച്ചില്ല, വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റിനെ കൊച്ചിന് ഒരു ബാപ്റ്റിസം ഉണ്ട്. അപ്പോൾ റിച്ചാർഡും സാറ്റിനെയും കൂടി ഞായറാഴ്ച പോകും. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൂടി മേടിച്ച് പൊതിഞ്ഞാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പപ്പനെ കാണിച്ചിട്ട് വേണ്ടേ മമ്മി പൊതിയാനെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതൊന്നും പപ്പക്ക് കാണണമെന്നില്ല, അത് കൊടുക്കാനുള്ളതല്ലേ. നമ്മളുടെ ഡ്രസ്സുകളൊക്കെ പപ്പനെ കാണിച്ചു കൊടുക്കാന്നിട്ട് അതൊക്കെ പൊതിഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പണി ഒഴിവായി കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി രാത്രി ചെയ്തിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കിടന്നത്. ഒത്തിരി നേരം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി വന്നപ്പോഴുമൊക്കെ നേരം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടന്നപ്പോഴത്തേക്കും മണി 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമ്മൾക്ക് അടുത്തൊരു പരിപാടിക്ക് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി തന്നെ ഇരുന്നിട്ട് നെയിൽ പോളിഷൊക്കെ ഒന്ന് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്